ഒരു നോട്ടിടും. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് നമ്മളുടെ ഈ പുരികം ജസ്റ്റ് ഇങ്ങനെ അപ്പം നമ്മൾ ഷേപ്പിൽ ചെറുതായിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഡാർക്കായിട്ട് വരും. അപ്പം എന്നിട്ടതേ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ കുഞ്ഞു കുഞ്ഞായിട്ട് വളർന്ന് നിൽക്കണം കാണാൻ പറ്റില്ലേ. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പിരിച്ചിട്ട് ഇപ്പം ഈ സൈഡിലേക്കാണ് ഈ സൈഡിലെ പുരിക ചെയ്യണമെങ്കിൽ ഈ കൈ കൊണ്ട് ഇതിങ്ങനെ ഇപ്പുറത്തെ സൈഡിലെ പിരികാണെങ്കിൽ ഇങ്ങോട്ടും. അപ്പം നമ്മൾ ഇവിടുത്തെ ഷേപ്പിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഞാൻ എൻ്റെ ഈ ലെങ്ത്താണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ആ സൈഡ് പോരും, എന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ കിട്ടും. കണ്ടോ? അപ്പം ഇനി താഴത്തെ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം എങ്ങനെ താഴെ ചെയ്യണമെന്ന്. ഞാൻ വെറുതെ ഇങ്ങനെ പുരിക ഇങ്ങനെ ജസ്റ്റ് പൊക്കി പിടിച്ചിട്ട് ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് വീണ്ടും ആ ഷേപ്പിൽ തന്നെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ എടുക്കും. അതുപോലെ നടുക്കും എടുക്കും. ഇവിടെ നിന്നും അങ്ങനെ തന്നെ ഈ സൈഡിൽ. കണ്ടോ? അപ്പം നമുക്ക് ആ ഷേപ്പിൽ തന്നെ എടുക്കാൻ പറ്റുമേ. അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കത്രികയും കൊണ്ട് ആ ഷേപ്പിൽ വെട്ടി കൊടുത്താൽ മതി. ഈ സൈഡ് ആയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം കണ്ടോ, ഇപ്പം ഇവിടെ ആ ചെറിയ ഇതൊക്കെ പോയി, ചെറിയ രോമങ്ങളെല്ലാം പോയി. ഫൈനൽ ഷേപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.